അപർണ ബാലമുരളി ഭയങ്കര ബോൾഡാണ്. ആ ആളുടെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടോ എന്നാണ് ഞാൻ അത് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാരാ? എനിക്കെന്റെ ഭാര്യയായിട്ടാണ്. ശരിക്കും റിയൽ ലൈഫിലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഉറങ്ങാൻ പോകുന്ന ഭാര്യയ്ക്ക് പാട്ടൊക്കെ പാടി. ഈ സിനിമയിൽ ഞാൻ മനസ്സിലായി ഉണ്ണി സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് ഇൻ മെനി ഏരിയാസ്. ഉണ്ണിനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമയുടെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രോബ്ലി നിങ്ങൾ ഉണ്ണി മുകുന്ദനെ മറക്കും, അപർണ ബാലമുരളിയെ മറക്കും. യു വിൽ ബി ഇൻ ദ വേൾഡ് ഓഫ് സനൽ ആൻഡ് ലീല. ലൂക്കയുടെ കേസിലും ടൊവിനോയെ വളരെ കാലം മുന്നേ നമ്മൾ മീറ്റ് ചെയ്തതാണ്. കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ലൂക്ക ബിനാലയുടെ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമ അതിനകത്ത് വേണ്ടി സെറ്റ് ചെയ്തെടുത്തത്. ലൂക്ക നമ്മള് ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല സ്വീകരിക്കപ്പെടുമെന്ന്. ഓപ്പണിംഗ് സീനിൽ നായകൻ മരിച്ചു കിടക്കുന്ന ഒരു സിനിമ. ലൂക്ക ഇറങ്ങി ആദ്യത്തെ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. നമ്മളായിട്ട് അടിച്ചിറക്കിയതല്ല. ലൂക്ക ഈസ് എ സ്ലോ പോയിസൺ. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മിണ്ടിയും പറഞ്ഞു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ ഡയറക്ടർ അരുൺ, അതുപോലെ തന്നെ റൈറ്റർ മൃദുൽ, പിന്നെ നമ്മുടെ സ്വന്തം അപർണ ബാലമുരളി. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ മിണ്ടിയും പറഞ്ഞതിൻ്റെ വീഡിയോസ്, പാട്ടും അതുപോലെ ടീസറും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സുഖമുള്ളൊരു സിനിമ, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് പറയാം കേട്ടോ, ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്നറിയില്ല, എങ്കിലും സിനിമ കണ്ട് ആ ഒരു ടീസറും പാട്ടും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇൻ്റർലീജിയൻ ലവ് സ്റ്റോറി പോലെയും, അതുപോലെ തന്നെ പ്രേമിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ വരുന്ന സ്ട്രഗിൾസ്, അതിനുശേഷം ഒരാൾ ഗൾഫ് കൺട്രി ആണെന്ന് തോന്നുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് ആ പാർട്ടി എന്നൊക്കെ മനസ്സിലായത് കേട്ടോ, മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന സ്ട്രഗിളും സ്നേഹവും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ മഴ അല്ലെങ്കിൽ വെള്ളത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തോന്നി പാട്ടിലെ സീക്വൻസിലും. പിന്നെ ടൈറ്റിൽ കാർഡ്, അതിലും വെള്ളം വരുന്നുണ്ട്. പിന്നെ മറ്റേ ആ ആ ഒരു പാട്ടിലും വെള്ളം പറയുന്നുണ്ട്. അപ്പം വെള്ളത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമ. ഇത് ഇത്രയാണ് എനിക്ക് മനസ്സിലായത് കണ്ടപ്പോൾ. ശരിക്കും ഇത് തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് സിനിമ ഓൾ അബൌട്ട്? ഏറെക്കുറെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ്. ലവ് സ്റ്റോറിയാണ്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. ഒരേ കപ്പിളിൻ്റെ 2 കാലഘട്ടം അല്ലെങ്കിൽ പല കാലഘട്ടങ്ങൾ, ഒരു പ്രസൻറ്റും പിന്നെ പഴയ കുറേ കാലഘട്ടം പറഞ്ഞു വെക്കുന്ന ഇവരുടെ ഇടയ്ക്കുള്ള പ്രണയമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള പേര് പോലെ തന്നെ മിണ്ടിയും പറഞ്ഞു അവരുടെ കുറേ മൊമെൻറ്റുകൾ ആണ്. പിന്നെ മഴയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൂക്കയിൽ മഴ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 കാലഘട്ടങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ലൂക്കയുടെയും നിഹാരികയുടെയും സമ്മറിലുള്ള പ്രണയവും മറ്റത് അതിനുശേഷം ലൂക്കയുടെ മരണം പോലെ തോരാമഴ, ഹെവി റെയിൻ. പക്ഷെ ഇതിൽ മഴ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സോങ് വിട്ട സമയത്ത് പറയായിരുന്നു അതിൽ ഹീറോയിനും വില്ലനും ഉണ്ടെന്ന്. അത് പറയണതിൽ കുഴപ്പമില്ല. അപ്പൊ അതാണ് അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഈ പാട്ടൊക്കെ കേട്ടപ്പോഴാണെങ്കിലും പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കാം, ആ ഒരു ഫസ്റ്റ് ടീസറിന്റെ എൻഡിങ്ങിൽ നീയെ നെഞ്ചിൽ കേൾക്കുമ്പം നീയില്ലാ നേരം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലൂക്ക ചെയ്തതാണെന്ന് അറിയുന്നതുകൊണ്ടാവാം, ഇല്ലെങ്കിൽ ലവ് സ്റ്റോറി. ചിലപ്പോൾ എൻ്റെയൊക്കെ വളരെ ഫേവറേറ്റ് ലവ് സ്റ്റോറിയാണ് മായാനദി. ലൂക്കൊക്കെ എന്താ ഒരു പ്രത്യേക രീതിയിലുള്ള ലവ് സ്റ്റോറി, നമ്മളെ ഭയങ്കര പിടിച്ച് കുലുക്കുന്ന ആ ഒരു പെയിനാണോ എന്താ ഫീൽ ചെയ്യാമെന്ന് മനസ്സിലാവാത്തൊരു എലമെന്റ് ഇതിൻ്റെയും ടീസറിൽ കണ്ടു. ശരിക്കും പാട്ടും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ? പാട്ടുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്കയുടെ നറേറ്റീവിൽ പല എലിമെൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാട്ടുകൾ യൂസ് ചെയ്തിരുന്നത്. ഇതിലും സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ഇവരുടെ 2 കാലഘട്ടങ്ങൾ, ഇവരുടെ സെപ്പറേഷൻ, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. 3 പാട്ടുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. ആ പാട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ, വരികളൊക്കെ. ആക്ച്വലി മണല് പാർന്നുരി എന്ന് പറയുന്ന പാട്ട് ഞാനും സൂരജും നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ലൂക്കയുടെ സെയിം ടീം തന്നെയാണ് ഞങ്ങൾ. ഒരു കഥ വരുമ്പോൾ പോലെ ഡിസ്കസ് ചെയ്യുന്നവരിൽ മൃദുലും സൂരജും ഒക്കെ ഉണ്ട്. അപ്പം ഈ പർട്ടിക്കുലർ സോങ് മാത്രം ഈ കഥ ഫുൾ മനസ്സിലാക്കിയ ശേഷം ഒരു സജഷൻ വന്നു, നമ്മളിത് കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വരികൾ എഴുതിയ ശേഷം ട്യൂൺ ചെയ്യാം. അപ്പോൾ സുജേഷ് അത് ഈ സിനിമയുടെ കഥ പറയുന്ന ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസും അവരുടെ ഇടയ്ക്കുള്ള പ്രണയവും
മഴയുടെ ഇമ്പോർട്ടൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വരികളാണ് മണൽ പാടുന്നത്. അതെ അതെ അതിനുശേഷമാണ് സൂരജ് ആ വരികൾക്ക് അനുസരിച്ചിട്ട് കമ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ പാട്ട് അതുകൊണ്ടാണ് അതിന്റെ അത്രയും ഡെപ്ത് മനസ്സിലായത്. അതിലൊരു കവിതയുണ്ട്, കവിതയാണ് ആദ്യം എഴുതുന്നത്, ആ കവിതയാണ് പിന്നെ സൂരജ് ട്യൂൺ ചെയ്ത് പാട്ട്. അതിന്റെ ആ ഒരു ഭംഗി ആ വരികൾക്ക് ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപർണ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത്, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്, ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. എന്താണ് ശരിക്കും സിനിമയായിട്ടുള്ള കണക്ഷൻ? ബേസിക്കലി ഇതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കുറേ സിനിമകളിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അത് എൻ്റെ ആണെങ്കിലും ഉണ്ണിച്ചേട്ടൻ്റെ ആണെങ്കിലും രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് നമ്മൾ കുറേയും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് റൂട്ടഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇത് രണ്ടും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പം ഇത് ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെയും ഇപ്പൊ പുള്ളിയുടെ ആണെങ്കിലും കുറെ ഹെവി ഒരുമാതിരി കുറെ എന്താ ത്രില്ലറും അങ്ങനത്തെ കുറെ സിനിമകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അപ്പം ഒന്നും കൂടെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഈവൻ ഇഫ് ഇത് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ അത് കഴിഞ്ഞ ഉടനെ ഇറങ്ങിയാൽ പോലും ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രം എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് വി ഹവ് ഡൺ. എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം പറഞ്ഞ മാതിരി നമ്മൾ പ്രേമിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെയല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കപ്പിളുടെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ സിനിമ. അപ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണ്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അത് തന്നെ അതിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് എ വെരി സിമ്പിൾ, എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ട അങ്ങനത്തെ ഒരു സിനിമ. അതായത് എവ്രിബഡി വിൽ ഫീൽ ദിസ് ആസ് എ സ്ലൈസ് ഓഫ് ദെയർ ഓൺ ലൈഫ്സ്, അങ്ങനത്തെ ഒരു ഫിലിമാണ്. അപ്പോൾ അതും മേക്സ് ഇറ്റ് എ വെരി സ്പെഷ്യൽ മൂവി. അത് ആക്ച്വലി നമ്മൾ സിനിമയിൽ ഇപ്പം ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാര്യമാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കുറേയും കൂടെ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ റൂട്ടഡ് ആയിട്ടുള്ളൊരു സിനിമയും ക്യാരക്ടേഴ്സും ഒക്കെയാണ്. ഇപ്പം ടീസർ ആണെങ്കിലും വളരെ ചെറിയ ടീസർ ആണെങ്കിൽ പോലും അത് വളരെയധികം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത് അവർ ആ ടീസർ കണ്ടിട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് മേക്സ് ഇറ്റ് വെരി സ്പെഷ്യൽ. ഓക്കെ, ശരിക്കും അപർണ ചേച്ചി ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് ഇവർ രണ്ടുപേരും ഒരു ഫ്രഷ് കോംബോ വേണമെന്ന് വെച്ച് കാസ്റ്റ് ചെയ്തതാണോ? കാര്യം ഇപ്പോൾ ചേച്ചി ഇപ്പോൾ റിയലിസ്റ്റിക് എന്നുള്ള വേർഡ് 2-3 വട്ടം യൂസ് ചെയ്തല്ലോ ചേച്ചിയുടെ ഫസ്റ്റ് സിനിമയിൽ തന്നെ. ഇപ്പോൾ പറയുന്ന മനുഷ്യരുടെ പ്രകാരത്തിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്നത് ചേച്ചിയുടെ ഓൺ കോൺട്രിബ്യൂഷൻ ആണെന്നുള്ളത്. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്തതാണോ ചേച്ചിയെ? അപർണ ഒന്ന് വളരെ ഗംഭീര ആർട്ടിസ്റ്റാണ്. ഫ്രം മൈ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹർ. ഈ കഥ നമ്മൾ സംസാരിച്ചൊരു തിരക്കഥയായ ശേഷം നാച്ചുറലി നമ്മുടെ ഡിസ്കഷനിൽ വന്ന ഫസ്റ്റ് മുഖം അപർണയുടെ തന്നെയാണ്. ഈ കഥാപാത്രം ലീനയ്ക്ക് വേണ്ടി ഞങ്ങൾ മനസ്സിൽ കണ്ട മുഖം അപർണയുടെയാണ്. ഒന്ന് ഇതിൻ്റെ ഒരു സെറ്റിങ്, ജോഗ്രഫിക്കൽ സെറ്റിങ്, അപർണ ചെയ്തൊരു കഥ മഹേഷിന്റെ പ്രതികാരം ഇതേ ഒരു ജോഗ്രഫിയിൽ തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലീന. അപ്പം അപർണയുടെ അടുത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ അപർണയിലേക്ക് തന്നെയാണ് പോയി സംസാരിച്ചത്. ഉണ്ണിയെ ഞാൻ മീറ്റ് ചെയ്ത് ഇതൊന്ന് നറേറ്റ്, ഉണ്ണിയെ ഒരു പരിചയത്തിൽ മീറ്റ് ചെയ്യുന്നു, ഈ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്നു. സി ഫസ്റ്റ്ലി ഏത് സിനിമയാണെങ്കിലും ഇപ്പോൾ ലൂക്കയുടെ കേസിലും ടൊവിനോയെ വളരെ കാലം മുന്നേ നമ്മൾ മീറ്റ് ചെയ്തതാണ്. ടൊവിനോ അത് ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ആക്ച്വലി ഞാൻ കണ്ടിരുന്നു 2014 ടൊവിനോയാണ് സംസാരിക്കുന്നത്. കൂതറ ഈ പടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ടൊവിനോയെ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കഥാപാത്രത്തിന് വേണ്ട ഒരു മുഖമാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പം അങ്ങനത്തെ ഒരു മുഖത്തിലാണ് ഒരു ഫോട്ടോ സ്റ്റോറി കാണുന്നത്. മൃദുലാണ് എന്നെ കാണിക്കുന്നത്. അങ്ങനെയാണ് ടൊവിനോയെ മീറ്റ് ചെയ്തത്. സി ഫസ്റ്റ്ലി ഞാൻ ബിലീവ് ചെയ്യുന്നത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത് സിനിമയിൽ. ഇറ്റ് ഇസ് നോട്ട് ദ ബെസ്റ്റ് പീപ്പിൾ ദാറ്റ് മേക്ക് ദ റൈറ്റ് ഫിലിം, ഇറ്റ്സ് ദ റൈറ്റ് പീപ്പിൾ ദാറ്റ് മേക്ക് എ ഗുഡ് ഫിലിം. ഫൈൻഡ് ദ റൈറ്റ് കാസ്റ്റ്, റൈറ്റ് ക്രൂ. അപ്പോൾ ആ രീതിയിൽ ആണ് ടൊവി അന്ന് മീറ്റ് ചെയ്തത്. അതേ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഇവരുടെ അടുത്ത്. ഉണ്ണിയെടുത്ത് ഈ കഥ സംസാരിക്കുന്നത് കൈൻഡ് ഓഫ് വൈബ് ഐ ഗോട്ട്. ഇതിനോടൊപ്പം ഈ കഥാപാത്രത്തോടൊരു എക്സൈറ്റ്മെന്റ് ചെയ്യാനില്ല. അത് പെട്ടെന്ന് ഉണ്ണിക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് ഭയങ്കര റൂട്ടഡ് ആണ്, വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യേണ്ടതാണ്, വളരെ ഓർഗാനിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവർ തമ്മിൽ വന്ന് സെറ്റിലുണ്ടായ ഒരു കെമിസ്ട്രി ഇസ് മൈൻഡ് ബ്ലോയിങ്. ഒരു ഫ്രഷ് കോംബോ ആയതുകൊണ്ട് ഞങ്ങളും ആ ഒരു എങ്ങനെയാണ് ഒരു കെമിസ്ട്രി കാണാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടിലൊക്കെ ഭയങ്കര രസമാണ്, ശരിക്കും സിനിമയും കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇവർ ത്രൂ ഔട്ടുണ്ട് സെറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം ഇവരുണ്ട്. ഇവർ
സംസാരിക്കുന്നുണ്ട്, ഇവർ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഫസ്റ്റ് ഫിലിം ആണെങ്കിലും നേരത്തെ ഭയങ്കര ക്ലോസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും? ഇല്ല ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഫങ്ഷൻസിനും ഇവന്റ്സിനും കാണുന്നല്ലാണ്ട് അങ്ങനെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരാൾ തന്നെയായിരുന്നു ഉണ്ണിച്ചേട്ടൻ. നമ്മൾ ആക്ച്വലി ഈ സിനിമയിൽ വന്നപ്പോൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് അങ്ങനെ നമ്മൾ സംസാരിച്ച്. പക്ഷെ ഇറ്റ് വാസ് ഈസി ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് ലൈക്ക് ഭയങ്കര എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വന്നു. നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പിന്നെ സെറ്റിൽ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ആയിട്ട് നല്ലൊരു സിങ്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ആ ഓൺ സെറ്റ് തന്നെയായിരുന്നു ഓരോ ഡിസ്കഷൻസും. ഇപ്പം നമുക്കിപ്പോൾ അടുത്ത സീൻ എന്താ ഷൂട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനും ഉണ്ണിച്ചേട്ടനും അത് വായിച്ചു നോക്കി അത് ഡിസ്കസ് ചെയ്ത് പിന്നെ അരുണേട്ടനായിട്ടിരുന്ന് അതൊന്നും കൂടെ നമ്മൾ സീനായിട്ട് അങ്ങനെയൊക്കെ ആണ് നമ്മളത് ഒരു സീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നാച്ചുറലി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയതാണ്. ഓക്കെ, ഞാൻ ഈ നേരത്തെ ചോദിക്കാൻ വന്നത് ഈ പറഞ്ഞ 2014 ടോവിനോ ചേട്ടനോട് കഥ ലൂക്ക പറയുന്നത് പറഞ്ഞു. 2018 സിനിമ ഓണാവുന്നത്. ഇതും 2021 ഫസ്റ്റ് ഒരു പോസ്റ്റ് ഞാൻ കാണുന്നത് ചേട്ടൻ്റെ അക്കൗണ്ടിലാണ്. ഇപ്പം 2025 നടക്കുന്ന ഒരു 4 വർഷം ഗ്യാപ്പിൻ്റെ ഒരു കഥ രണ്ടിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 4 വർഷം അത് ബൈ ചാൻസ് സംഭവിക്കുന്നത്, വളരെ ഡെലിബറേറ്റ് ഒന്നുമല്ല. പക്ഷെ അതിന്റെ ഗുണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് ഓർഗാനിക്കലി ഇവോൾവ് ചെയ്യാനുള്ള ഒരു സമയം ഇത് തന്നിട്ടുണ്ട്. ലൂക്കയുടെ കേസിൽ അതാണ്. ലൂക്കൊരു ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഒരു 14 ഡ്രാഫ്റ്റോളം തിരക്കഥ തന്നെ മാറി, തിരക്കഥയിൽ തന്നെ വർക്ക് ചെയ്തു ലൂക്ക. എൻ്റെ ഒരു ഓൾമോസ്റ്റ് 15ാമത്തെ ഡ്രാഫ്റ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ലൂക്ക ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു മാസം മുന്നേ വരെ വലിയൊരു തിരുത്തൽ അതിലുണ്ടായിട്ടുണ്ട്. ഇതിലും സിനിമ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലും കുറേയധികം നല്ല കറക്ഷൻസും കുറേയധികം നല്ല അഡീഷൻസും ഡിലീഷൻസും ഒക്കെ പോസ്റ്റിൽ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയം കൊണ്ട്. ആസ് എ ഡയറക്ടർ ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലൂക്കയുടെ കൈൻഡ് ഓഫ് ഒരു അപ്രോച്ച് അല്ല ഇതിന്റെ. ലൂക്ക നമ്മൾ ഏത് കലാരൂപം എടുത്താലും ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള സറിയൽ ആർട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള. ഇത് രണ്ടും ആർട്ടാണ്. ലൂക്ക കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള, ലൂക്ക ഭയങ്കര ഒരു ഡ്രീമി ലവ് സ്റ്റോറി, ഭയങ്കര ഒരു ഡ്രീമി ഫീൽ ആണ് അത് കാണുമ്പോൾ. അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കൂടെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ DOP ആയിട്ട് സംസാരിക്കും, മധുസാറായിട്ട് സംസാരിക്കുമ്പോഴും മധുസാർ അതിൽ ബിലീവ് ചെയ്യുന്നൊരു ആളായതുകൊണ്ടാണ് മധുസാറിനെ പോലുള്ള ആളെ നമ്മൾ DOP ആയിട്ട് തന്നെ ഫിക്സ് ചെയ്തത്. അനീസ് നാടോടി ലൂക്കയുടെ എൻ്റെ കൊളാബറേഷൻ. ലൂക്ക ചെയ്ത അതേ അനീസ് നാടോടിയാണ് മിണ്ടിയും പറഞ്ഞ് ചെയ്തത്. പക്ഷെ അനീസ് നാടോടി അവിടെ ചെയ്ത ഒരു അപ്രോച്ച് അല്ല ഇത്. അനീസ് അവിടെ ആർട്ടിസ്റ്റിന്റെ കഥയായതുകൊണ്ട് ആർട്ട് ഫില്ല് ചെയ്ത് എനിക്ക് ബിനാലെ പോലുള്ളൊരു സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും. ഞങ്ങള് ഇന്നലെ ബിനാലയുടെ അവിടെ പോയപ്പോൾ ഇപ്പൊ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. അപ്പൊ ആദ്യം ഞങ്ങളുടെ കൂടെയുള്ള ആൾ പറഞ്ഞത് ലൂക്കയെ കണ്ടിട്ടില്ലേ, ഇത് സ്പൂൺ ഫീഡിങ് അല്ല എന്ന് പറയുന്നത് ഡയലോഗ് സൈഡ് ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ അത് ഇതാണല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്നും കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ലൂക്ക ബിനാലയുടെ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമ അല്ലല്ലേ. അതിനകത്ത് സെറ്റ് ചെയ്തെടുത്തതാണ് അത് കംപ്ലീറ്റ്. അതിൽ ഓരോ ആർട്ടും ലൂക്കയുടെ ആർട്ട് ടീം ഓൾമോസ്റ്റ് ചില ദിവസങ്ങളിൽ 144 പേര് വരെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ചെയ്ത് ഇന്റേൺസ് ഒരുപാട് പേര് ജോയിൻ ചെയ്ത്. അനീസ് ഇപ്പോഴും പറയും, അനീസ് ഏറ്റവും കൂടുതൽ ഇന്റേൺസിനെ വെച്ച് വർക്ക് ചെയ്തൊരു സിനിമ കൊണ്ടാണ്. ചേട്ടന്റെ ഇൻപുട്ട് ഉണ്ടോ ലൂക്കയുടെ ആർട്ടിൽ? ചേട്ടൻ ഭയങ്കര നല്ല വരയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വരയ്ക്കുന്ന സമയത്തും ഭയങ്കര സർറിയലായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ട് ഇമേജറീസ് ഡ്രീമി ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ താങ്കളെ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാം. ഇത് രണ്ടും ആർട്ടാണ്. ഇത് രണ്ടും രണ്ട് തരം കലയാണ്. ഒന്ന് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോം, മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോം. സിനിമ അത് തന്നെയാണ്. സിനിമയിൽ അത് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ലൂക്കയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് മിനിമലായിട്ട് തന്നെ അപ്രോച്ച്. അതുകൊണ്ട് അനീസിന് പലപ്പോഴും ആർട്ട് ഫില്ല് ചെയ്യലല്ല ഇതിലുണ്ടായിരുന്നത്. ഒരു സ്പേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പലതും അവിടെ നിന്ന് എടുത്തു മാറ്റി അതിനെ നീറ്റാക്കുക എന്നൊരു അപ്രോച്ച്. എല്ലാ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ സിനിമ ഇവോൾവ് ചെയ്ത ഒരു കാര്യം പറഞ്ഞില്ല. നമുക്ക് ടൈം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ലൂക്കയുടെ കേസിൽ ലൂക്കയുടെ സ്ക്രിപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നു. ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ പോസ്റ്റിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇതുണ്ട്, എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു കൃത്യം ടൈമുണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൽ നിന്നുള്ളതാണ്. അപ്പം പ്രേക്ഷകരും ഇവോൾവ് ആവുന്നുണ്ട്. ഇപ്പോൾ ലൂക്ക നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല സ്വീകരിക്കപ്പെടുമെന്ന്. ഓപ്പണിംഗ് സീനിൽ നായകൻ മരിച്ചു കിടക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം നായകനും നായികയും ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഫിലിം ആകുമ്പം ഇല്ല. അപ്പം അത് സ്വീകരിക്കപ്പെടുമെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ഇറങ്ങുന്ന സമയത്ത് 2019 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ വളരെ ബ്രേവായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വന്നു തുടങ്ങി. നമ്മുടെ പ്രേക്ഷകർ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സിനിമയുടെ കേസിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ടീച്ചറിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലരും പറയുന്നുണ്ട്, ഇപ്പം
വലിയ സിനിമകളാണ് കാണുന്നതല്ല, നേരത്തെ പറഞ്ഞതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള സിനിമകൾ. അപ്പം അതിനിടയിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷം തരുന്ന ഒരു സിനിമ, അല്ലെ സുഖം ഉള്ള ഒരു കാഴ്ച, സുഖം തരുന്ന ഒരു സിനിമ കാണാൻ കൊതിയാവുന്നുണ്ട് എന്ന് പറഞ്ഞ 1-2 കമന്റുകളുണ്ട്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ചിലപ്പോൾ അതിന്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഇന്നലെ കൂടി ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സബ്ജക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അത് കേട്ട ഒരാൾ, വളരെ റാൻഡം ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. കേട്ടൊരാൾ ഇതുപോലൊരു ജോണർ ഇപ്പം ഇനി ട്രൈ ചെയ്യണമെങ്കിൽ അത് തെലുങ്കിലായിരിക്കും നല്ലത്. കാരണം ഇതവിടെ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി അതിലങ്ങ് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പടങ്ങൾ കാണുന്ന ഒരു മൂഡിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. മിണ്ടിയും പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ചും കൂടെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സന്തോഷമായി തിരിച്ചു വരാം. കൂടുതലൊന്നും നമ്മൾ ചിന്തിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മളിങ്ങനെ അത് ഇങ്ങനെയായിരുന്നല്ലേ കണക്ഷൻ, നമ്മളിങ്ങനെ ഈ കുറച്ച് മുന്നേ പറഞ്ഞ ഡയലോഗ് സ്പൂൺ ഫീഡിങ് അല്ല, കുറേ ചിന്തിച്ച് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ഫിലിംസിൻ്റെ ഇടയ്ക്ക് മിണ്ടിയും പറഞ്ഞൊരു എഫക്റ്റീവ് ഫീൽ ഗുഡ് ഫിലിം ആണെന്നാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കമ്മിങ് ടു റിയൽ ലൈഫ്, ലൈക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, ചേട്ടൻ്റെ അക്കൗണ്ടൊക്കെ ഞാൻ റെഫറൻസിനൊക്കെ നോക്കിയ സമയത്ത് ശരിക്കും റിയൽ ലൈഫിലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഉറങ്ങാൻ പോകുന്ന ഭാര്യയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. ശരിക്കും ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു ഇൻപുട്ടാണ് നമ്മുടെ ലവ് സ്റ്റോറി തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഏടുകളല്ലേ നമ്മുടെ സിനിമകളിൽ എപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നത്. അത് സിനിമ മാത്രമല്ല, നമ്മൾ എന്ത് കലാപ്രോച്ച് പടം വരച്ചാൽ പോലും നമ്മുടെ തന്നെ സിനിമ ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് റിയാലിറ്റി ആൻഡ് സിനിമ ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ഡ്രീംസ് ഓൾസോ. ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എൻ്റെ മൊമെൻറ്റുകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മിണ്ടിയും പറഞ്ഞും എനിക്കൊരു ഇൻസ്പിറേഷൻ ആയതും ഞാൻ കണ്ടൊരു ബംഗാളി സിനിമയാണ്. അതിൻ്റെ ആ സിനിമ ഇവോൾവ് ചെയ്തൊരു കഥയിൽ നിന്നാണ്. ഞാൻ ആ കഥയാണ് പിന്നെ വായിച്ചത്. ആ സിനിമ മാറ്റി വെച്ചു. അതാണോ ചേട്ടൻ്റെ ഒരു പോസ്റ്റ് യെറ്റ് അനദർ ലവ് ടു ഫിലിം? അല്ലല്ല, അത് ഇനി ചെയ്യാൻ പോകുന്നത് താല്പര്യമുള്ളൊരു കഥയാണ്, ഒരു തിരക്കഥ. ഞാനിപ്പോൾ കുറച്ച് വലിയ ക്യാൻവാസിലുള്ള ലവ് സ്റ്റോറി തന്നെയാണ്. ഓക്കെ. ശരിക്കും എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലവ്? ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചേച്ചിയുടെ? വാട്ട് ഈസ് ലവ്? ലവ് ഇസ് ദർ. നമുക്ക് എല്ലാവരുടെ അടുത്തും തോന്നുന്നത് തന്നെയാണ്. നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് ആ ലവും എഫെക്ഷനും ഒക്കെ തോന്നും. വെൻ ഇറ്റ് കംസ് ടു എ പാർട്ട്ണർ, ഐ തിങ്ക് ഇപ്പം എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഈവൻ ഇൻ പേഴ്സണൽ ലൈഫ്, വാട്ട് ഐ ലൈക്ക് ഇസ് if you can enjoy with your partner alone, like ഒരുപാട് ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് മാത്രം ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ആക്ച്വലി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പം കുറേ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അല്ലാണ്ട് ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കൂടെ മാത്രം ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു that kind of a relationship is something that I want in my life. I think that is what is shown in മിണ്ടിയും പറഞ്ഞും ഓൾസോ. അതാ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും. അതിൽ ഒരുപാട് കാര്യം എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇതൊരു സ്ലൈസ് ഓഫ് ലൈഫ് ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. ഫോർ മീ ദാറ്റ് ഇസ് സംതിങ്, എന്താ പറയാ, ഐ തിങ്ക് അതാണ് നമ്മൾ കൂടുതലും റിലേഷൻഷിപ്പിൽ എൻജോയ് ചെയ്യേണ്ടതെന്നുള്ളത്. ദാറ്റ് നമ്മൾ ആ രണ്ടുപേര് തമ്മിലുള്ള ഒരു ടൈമും അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഹൗ ദേ സ്പെൻഡ് ദ ടൈം എന്നുള്ള കാര്യവും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ പ്രേമിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് സ്ട്രഗിൾസിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റിസ്കുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ടീനേജേഴ്സിൻ്റെ ലവ് സ്റ്റോറിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം സോക്കോൾഡ് ക്രിഞ്ച് എന്ന് പറയുമെങ്കിൽ പോലും ഈ ലവ് ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് പ്രേമത്തിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിലും അങ്ങനെ എന്തെങ്കിലും പ്രണയത്തിന് വേണ്ടി എടുത്ത എന്തെങ്കിലും റിസ്ക് ഓർമ്മയുണ്ട്? ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ചേട്ടൻ ലൈഫിൽ പ്രണയിക്കാൻ വേണ്ടി എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്താ? ഏറ്റവും വലിയ റിസ്ക് അവളെ കല്യാണം കഴിച്ചു തന്നെയാണ് അന്ന്. കാരണം വെച്ചാൽ ഞാൻ ഈ പ്രണയം എന്നുള്ളത് അല്ലെങ്കിൽ ലവ് എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഫസ്റ്റ്ലി നമ്മൾ എത്രയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അത് വളരെ കോംപ്ലക്സ് ആയില്ല. ഇത് ഒരാളുടെ എക്സ്പീരിയൻസ് അല്ല വേറൊരാൾക്ക് ഉണ്ടാവുക. പിന്നെ ഒരു ഫാക്റ്റ് ഞാൻ പറയാം, ഈ ആണും പെണ്ണും ബൈ നേച്ചർ ടോട്ടലി അവരുടെ ചിന്താഗതികൾ, ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലുള്ള ഒരു ആണും പെണ്ണും ഒരു സ്പേസ് ജീവിതകാലം മുഴുവൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ്. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന അതാണ് റിലേഷൻഷിപ്പ് ഡ്രാമകൾ. ഇപ്പം എൻ്റെ വൈഫ് ഞാനും കല്യാണത്തിന് മുന്നേ ഇത്ര വർഷങ്ങൾ പരിചയം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ കല്യാണ ശേഷം ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്പേസ് ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എറണാകുളത്ത് ഞങ്ങൾ ആക്ച്വലി പ്രണയിച്ച് തുടങ്ങിയത്.
ഓക്കെ. ബിക്കോസ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയ്ക്ക് കോൺവെർസേഷൻസ് ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾക്ക് അത് രണ്ടും കിട്ടിയത്, പ്രോപ്പറായിട്ട് കിട്ടിയത് ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തായാലും കല്യാണത്തിന് മുന്നേ ഒരുമിച്ച് ജീവിച്ച് പ്രണയിച്ചിട്ട് പിന്നെ കല്യാണം കഴിക്കാവുന്നൊരു പ്രോസസ്സ് ഇല്ലല്ലോ വെസ്റ്റേൺ വേൾഡിലെ പോലെ. സത്യത്തിൽ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സോഷ്യലി ഒക്കെ നമുക്കൊരു പാർട്ട്ണർ കമ്പാറ്റബിൾ ആണോ എന്ന് അറിയുന്നത് ശരിക്കും ഒരു സ്പേസ് ഒരുമിച്ച് ഷെയർ ചെയ്യുമ്പോഴാണ്. ഈവൻ സെക്ഷലി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഘടകം ഉണ്ടാകുന്നത് ശരിക്കും നമ്മൾ അത് ശരിക്കും കല്യാണത്തിന് ശേഷമാണ് നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് കമ്പാറ്റബിൾ ആണെങ്കിൽ ദാറ്റ് റിലേഷൻഷിപ്പ് വിൽ സ്ട്രോങ്. ഇപ്പം ഞാൻ എൻ്റെ വൈഫും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിക്കും ഉണ്ടായി ഞങ്ങൾ ആ സ്പേസ് ഷെയർ ചെയ്ത് തുടങ്ങി. എന്നിട്ടും ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി, ഒരു ടീം വർക്ക് ഒരേപോലെ ചെയ്യുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. ദ മൊമെന്റ് അവൾ കൺസീവായി കുഞ്ഞുണ്ടാകുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് ഫങ്ഷൻ ചെയ്തത്. സോ ഇതിലൊക്കെ പ്രണയമുണ്ട്. ഇവിടൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഇന്നും എല്ലാ ദിവസവും എടപ്പള്ളി മുതൽ പനമ്പള്ളി നഗർ വരെ ഒരു റൗണ്ട് അടിച്ചിട്ട്, കാറിൽ റൗണ്ട് അടിച്ചിട്ട് എല്ലാ ദിവസവും ഈവനിങ് ജസ്റ്റ് ടു ടോക്ക്. ഞങ്ങൾക്ക് ടോക്കിംഗ് സ്പേസിന് വേണ്ടി മാത്രം. അത് കൊള്ളാൻ പറ്റും. റിലേഷൻഷിപ്പിൽ കോൺവെർസേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഈ പറയുന്ന ഒരു കോൺവെർസേഷൻ്റെ സ്പേസ് ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ ടൈമിൻ്റെ കൺസ്ട്രെയിൻ്റ് കൊണ്ട് പരസ്പരം സംസാരിക്കാതിരിക്കുക, ഓപ്പൺ അപ്പ് ആവാതിരിക്കുക എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ സിനിമയും ഈ പറയുന്ന മിണ്ടിയും പറഞ്ഞും ഇരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നേരത്തെ ലവ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് ഇസ് ഓൾസോ ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതും പ്രണയമാണ്. ഈ മിണ്ടിയും പറഞ്ഞാൽ ഇവർ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്ന ഒരു യാത്രയുണ്ട്. അതിനിടയ്ക്ക് പോലും ഇവർ സംസാരിക്കുകയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ മിണ്ടിയും പറഞ്ഞും കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ്. സോ ദാറ്റ് കോൺവെർസേഷൻ, ഇവർ സനലും ലീലയും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ ആണ് അവരുടെ ബോണ്ടിങ്. ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ചേച്ചിക്ക് ഒരു ഫ്യൂച്ചർ പാർട്ട്ണറെ പറ്റി ചിന്തിക്കുമ്പോൾ മസ്റ്റായിട്ട് എൻ്റെ പാർട്ട്ണറിന് വേണം എന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു കാര്യം ഇതന്നെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു കുറച്ച് എഫേർട്ട്ലെസ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ എഫേർട്ട് ഉണ്ട് എന്ന് വെച്ച് അല്ലാണ്ട് നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള എഫേർട്സ് അല്ല. ബേസിക് ആയിട്ട് എടുക്കേണ്ട കുറച്ച് എഫേർട്സ് നമ്മൾ എന്തായാലും റിലേഷൻഷിപ്സിൽ ഉണ്ടാവും. ബട്ട് അതിനപ്പുറത്തേക്ക് വരുമ്പം വെൻ ഇറ്റ് ഫീൽസ് ഹെക്ടിക് ഇറ്റ് ഡസൻറ്റ് വർക്ക്. അത്രേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്കിപ്പം എനിക്കിപ്പോൾ എൻ്റെ പാർട്ട്ണറിനടുത്ത് എഫേർട്ട്ലെസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ ബെസ്റ്റ് തിങ് വിച്ച് ഐ ക്യാൻ ഗെറ്റ്. അല്ലാണ്ട് ഈ കൂടുതൽ നമ്മളിങ്ങനെ അയ്യോ അതിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഷ്ടപ്പാടായി തോന്നരുത്. അതാ പറഞ്ഞത്. നമുക്കിപ്പം എത്ര നമ്മൾ ഇതുപോലത്തെ ആളെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റേ ലുക്ക് ഔട്ട് നോട്ടീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കിട്ടിയ അതെ. ഇപ്പം ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു സംസാരിക്കുന്നില്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്ന എല്ലാവരും ഡെഫിനറ്റ്ലി സൂര്യ റിപ്പോർട്ടർ പറ്റി സംസാരിക്കും. അത് ചേച്ചിക്ക് ചിലപ്പോൾ കേട്ടും എടുത്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് ചേച്ചി ചെയ്തിട്ടുള്ളത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ മമ്മിയാണെങ്കിലും ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ക്യാരക്ടറാണ്. ചേച്ചിയുടെ റിയൽ ലൈഫിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്, ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ? അതെനിക്ക് എൻ്റെ അമ്മ തന്നെയായിരിക്കും. അമ്മ ഒരുപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പിന്നെ അമ്മയാണ് ശരിക്കും എന്നെ ഇങ്ങനെ ഫുൾ കൊണ്ടു നടന്നത്. അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അമ്മയും തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഓഫ്കോഴ്സ് അച്ഛനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛൻ്റെയും വിൽ പവർ, അച്ഛൻ ഇപ്പോഴും അച്ഛൻ ഓൾമോസ്റ്റ് കുറേ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. അച്ഛൻ തന്നെ പഠിച്ചിട്ടാണ് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക. അപ്പം വോക്കൽസ് ആണെങ്കിലും ദ എഫേർട്ട് ഹി ടേക്സ് ഫോർ മ്യൂസിക് ഇപ്പോഴും അച്ഛൻ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുമ്പോൾ, ഇപ്പൊ വീണ കുറച്ച് നാൾ മുന്നെയാണ് അച്ഛൻ വായിച്ചു തുടങ്ങി, അച്ഛൻ പ്രാക്ടീസ് ചെയ്ത്. ഇപ്പൊ അച്ഛൻ്റെ റെക്കോർഡിങ്സിന് അച്ഛൻ തന്നെയാണ് വീണ വായിക്കുന്നതും. അങ്ങനത്തെ അപ്പൊ ആ വിൽ പവർ ആണെങ്കിലും അമ്മയുടെ സ്ട്രെങ്ത് ആണ്. ഐ തിങ്ക് പേരൻസിന്റെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റീസും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ഒരു മൂവിയുടെ ആ ഒരു സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ സെൽഫ് റിയലൈസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്ററാണ്, 30ഓളം സിനിമകൾ ചെയ്തു, ഒരുപാട് ഭാഗ്യമുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചൊരു നടി, അതിലൊരു നാഷണൽ അവാർഡ് വരെ ലഭിച്ച നടി. താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാഗ്യത്തിനൊക്കെ അപ്പുറം കഴിവാണ് ഈ കുട്ടിയുടെ എന്നുള്ളത്. ശരിക്കും ഭാഗ്യമാണോ ചേച്ചിക്ക്? ഭാഗ്യം വലിയൊരു ഫാക്ടർ ആയിട്ടുണ്ടോ ശരിക്കും?
ഉറപ്പായിട്ടും ലക്ക് എപ്പോഴും നമുക്കൊരു ഫാക്ടർ തന്നെയാണ്, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിൽ എത്തിയത് തന്നെ അങ്ങനത്തെ ഒരു ഫാക്ടർ. ഇപ്പൊ ഞാൻ ആ കോളേജിൽ ചേർന്നുകൊണ്ടാണ് ഞാൻ ഉണ്ണിമായ ചേച്ചീനെ കണ്ടുമുട്ടിയത്. അത് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഈ പടത്തിനെ പറ്റി ഇതിന്റെ ഓഡീഷനെ പറ്റി അറിയാൻ എനിക്കൊരു സാധ്യതയുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അപ്പൊ ഡെഫിനറ്റ്ലി ദർ ഇസ് സംതിങ്, ഒരു അൺസീൻ പവർ എന്തോ ഉണ്ട് നമ്മുടെ ലൈഫിൽ, എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് നമ്മൾ ഓരോന്നും നമ്മുടെ ലൈഫിൽ മാറുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം അങ്ങനെ തന്നെ ഒരു ലക്ക് ഫാക്ടറിൽ തന്നെയാണ് ഇത് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ ഉറപ്പായിട്ട് ഇതിപ്പം സിനിമയിൽ എത്താൻ പാടില്ല, ബുദ്ധിമുട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പോഷർ എല്ലാവർക്കും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് റീൽസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ആൾക്കാരെ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ എത്തുന്നതോ ആദ്യത്തെ പടം ഭയങ്കര സക്സസ്ഫുൾ ആവുന്നതോ ഈവൻ രണ്ടാമത്തെ പടം സക്സസ്ഫുൾ ആവുന്നതോ ഒന്നും അല്ല പ്രശ്നം. ഈ സർവൈവൽ ഇസ് എ വെരി ബിഗ് ഫാക്ടർ. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് എന്ത് ലക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. ലക്ക് ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ എത്തിപ്പെടാൻ ലക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ക്, ഇറ്റ്സ് അബൌട്ട് ആർ കൺസിസ്റ്റൻസി. നമ്മളെങ്ങനെ ഒരു പടത്തിനെ അപ്രോച്ച് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എത്രത്തോളം പ്രൊഫഷണൽ ആണ്, അതിൻ്റെ ഫാക്ടറൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ അപർണ ഈസ് വെരി നാച്ചുറൽ. അപർണ വളരെ വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മളൊരു സീനൊക്കെ രാവിലെ ഡിസ്കസ് ചെയ്ത് സീൻ ജസ്റ്റ് ഒന്ന് വായിച്ച് ലെങ്തി ഡയലോഗൊക്കെ ആയിരിക്കും. ഫുൾ ആ കോണ്ടന്റ് ശരിക്കും മനസ്സിലാക്കിയ ശേഷം അപർണ പല പരിപാടിക്ക് പോകും. ഇതെല്ലാം അവിടെ എല്ലാം കഴിഞ്ഞ് ആ ഷോട്ടിന് ഞാൻ വിളിച്ചു കഴിയുമ്പോൾ വീണ്ടും സ്ക്രിപ്റ്റ് വായനൊന്നുമില്ല, നേരെ വരിക പെർഫോം. ഷീ ഹാസ് എൻ ഇൻബോൺ ടാലൻറ്റ്. ആ ടാലൻറ്റ് നമ്മുടെയൊക്കെ ഇൻബോൺ ടാലൻറ്റുകളെ മറന്ന് നമ്മുടെ അക്വേർഡ് നോളജസിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നത്. അപ്പം ആസ് എ പെർഫോമർ ഷീ ഹാസ് ദാറ്റ് ടാലൻറ്റ്. അത് കൂടാതെ ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഉണ്ണിയുടെ കേസ് ഞാനത് പറയട്ടെ, ഇവർ രണ്ടുപേരും ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ആൾക്കാരല്ല, സാധാരണക്കാരാണ്. ഉണ്ണിയും അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ ട്രാവൽ. ഉണ്ണിയുടെ പഴയ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ട്രെയിനിലൊക്കെ വന്ന് ഇവിടെ ഓരോ ഓഡീഷൻസിന് വന്നു. ഒരു ലക്ക് ഫാക്ടർ ഉണ്ടാകാം, പക്ഷെ അവരിന്നും സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിക്കോസ് ദേ ആർ ഗുഡ്. പിന്നെ ഉണ്ണി ഈ സിനിമയിൽ ഞാൻ മനസ്സിലായി, ഉണ്ണി സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് ഇൻ മെനി ഏരിയാസ്. ഉണ്ണിനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉണ്ണിയുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആയിട്ട് ഞാൻ പറയും, രണ്ടിയും പറഞ്ഞു. പിന്നെ ഇവരുടെ കെമിസ്ട്രിയും കൂടെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രോബബ്ലി നിങ്ങൾ ഉണ്ണി മുകുന്ദനെ മറക്കും, അപർണ ബാലമുരളിയെ മറക്കും. യു വിൽ ബി ഇൻ ദ വേൾഡ് ഓഫ് സനൽ ആൻഡ് വീണ. ഷൂട്ട് കഴിഞ്ഞ സമയത്ത് ഇവരോട് രണ്ടുപേരോടും പറഞ്ഞ കാര്യത്തിൽ ഞാൻ യൂസ് ചെയ്തൊരു വേർഡ് ഉണ്ട്, ഗെറ്റിംഗ് ഇൻ ദ സ്കിൻ ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയും. അതിൽ ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മളത് എഴുതുന്ന സമയത്തും ഒക്കെ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ കണ്ട ഒരു രൂപം അതുപോലെ നമുക്ക് കാണാൻ പറ്റും. അത് ചില സ്ഥലങ്ങളിലെങ്കിൽ അതിലും കൂടുതലായിട്ട് നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. അപ്പം അരുൺചേട്ടൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവരുടെ രണ്ടുപേരുടെയും വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും വേണ്ടിയും പറഞ്ഞത്. അതാണ് നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് കേൾക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പുള്ളൊരു കാര്യം. ആക്ച്വലി ഈ പറഞ്ഞ കാര്യത്തിന് ഒരുപാട് ഫാക്ടേഴ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ, ആ ഒരു ജോഗ്രഫി. ഇപ്പം എൻ്റെ ക്യാരക്ടർ കൂടുതൽ ആ വീടും അവിടുത്തെ പറമ്പും എല്ലാം ആയിട്ട് നടക്കുന്ന, അപ്പം നമ്മളും മിക്ക സമയം അവിടെ തന്നെയാണ് ഉള്ളത്. ആ വീട്ടിലും അവിടെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നത്. അപ്പം ബേസിക്കലി ആ ലൊക്കേഷൻ ആണെങ്കിലും അവിടെ ഇപ്പം നമ്മൾ ആ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂംസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ ഒരു കാര്യങ്ങളെല്ലാം ഒത്തു വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിലായി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും വരും. ആ ക്യാരക്ടറിലേക്ക് ഫുൾ ആയിട്ട് ആവാനുള്ള ഒരു എക്സൈറ്റ്മെന്റും നമുക്ക് ഭയങ്കരമായിട്ട് വരും. ഇവരുടെ ഹാർഡ് വർക്കിംഗ് ഈസ് കമൻഡബിൾ, ഹൈലി കമൻഡബിൾ. ഞാൻ പറയാൻ വെച്ചാൽ ഇവർ ഉണ്ണിയും അപർണയും ഇവർ രണ്ടുപേരും രാവിലെ മൂലം ഉണ്ട് സെറ്റിൽ. പാക്കപ്പ് വരെ അവിടെ ഉണ്ട്. ഇവർ സ്ക്രിപ്റ്റ് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു, സംസാരിച്ച്. നമ്മളൊരു ക്യാരവനിൽ പോയി ഇരുന്ന് ഷോർട്ട് ആകുമ്പോൾ വരിക, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ആയിരുന്നില്ല. അതെനിക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായി, സ്ക്രിപ്റ്റ് വായിക്കും പിന്നെ അല്ല നമുക്ക് ആക്ച്വലി അങ്ങനത്തെ ഒരു മൂഡായിരുന്നു മൊത്തത്തില്. അങ്ങനെ ഇപ്പൊ നമ്മള് വേറെ പോയിരിക്കുക അങ്ങനെ എന്നുള്ളൊരു എല്ലാവരുമായിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു തന്നെയായിരുന്നു. ഇവരെ രണ്ടുപേരും കാണാൻ ചെറുതോണിയിലുള്ള മുരിക്കാശ്ശേരിയിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിയുമ്പോൾ ഉണ്ണി കടയിൽ തൊട്ടടുത്തുന്ന വേറെ ഏതോ ഒരു കുട്ടിയൊക്കെ ആയിട്ടിരുന്ന് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടുത്തെ ഒരു സാധാരണ നാട്ടിലുള്ള കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇവരൊക്കെ ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഓർഗാനിക് ആയിട്ട് അവരെല്ലാവരും അതിന്റെ ആ കമ്മ്യൂണിറ്റി ഇതിന്റെ ഭാഗമായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ലൂക്കയെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ സിനിമയിലെ നായിക അപർണ ചേച്ചിയെ പറ്റി ഇത്രയും തന്നെ സംസാരിച്ചു. അഹാന ചേച്ചിയാണെന്ന് തോന്നുന്നു വൺ ഓഫ് ദി ആക്ട്രസ് ഇത്രയും വർഷം ഓരോ വർഷവും ലൂക്കയുടെ ആനിവേഴ്സറി ഒരു പോസ്റ്റ് ഇട്ട് തന്നെ ആഘോഷിക്കുന്ന ഒരു നടി. ആ ഒരു ക്യാരക്ടർ നിഹാരിക നമുക്കെല്ലാവർക്കും അത്രയും ക്ലോസ് ടു ഹർട്ടാണ്. ആൾക്കും അത് അത്രയും തന്നെ ക്ലോസ് ടു ഹർട്ടാണ്. കാര്യം എല്ലാം ഓരോ വർഷവും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഒരാൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അഹാന ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ട്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ടൊവിയും അഹാന വി ആർ ഫാമിലി, ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ഇന്നും ഞാൻ 3 സിനിമകൾ ഇപ്പോൾ ചെയ്തു. ഇന്നും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലൂക്കയുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിലെല്ലാവരും ഉണ്ട്. ടൊവി ഉണ്ട്, അഹാന ഉണ്ട്, നമ്മുടെ ടെക്നിക്കൽ ടീമിലുള്ള എല്ലാവരും ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. വി ചാറ്റ്, നമ്മളിപ്പോഴും സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ഓരോന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉത്തരങ്ങളുണ്ട്. എല്ലാവരും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനൊരു സിനിമ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണ് ലൂക്ക. ഇത് ചെയ്യുന്നതിന് മുന്നേ, വളരെ മുന്നേ ഞാനെടുത്തൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്യും. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് എനിക്ക് വേണ്ട എല്ലാവരെയും ഞാൻ ഹാൻഡ് പിക്ക് ചെയ്യും. അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ് ലൂക്കയിൽ പ്രവർത്തിച്ചേക്കുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് ദ DOP നിമിഷ് ഫസ്റ്റ് വർക്കാണ് ലൂക്ക. സൂരജ്, അനീസ്, അഹാന, ടൊവിയെ നമ്മൾ വളരെ മുന്നേ കണ്ടിരുന്നു. ഈവൻ ദ പ്രൊഡ്യൂസേഴ്സിനെ വരെ നമ്മൾ ഓഡിഷൻ ചെയ്ത പോലെയാണ്. ഇത് ലൂക്കയുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഇപ്പം മിനിങ്ങാന്ന് കൂടി ഞാൻ അവരായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു പല കാര്യങ്ങളും. നിഹാരികയുടെ പൊസിഷനിൽ നമുക്ക് വേറെ ആളെ ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യം. ഇത് അഹാന മാത്രമല്ല, നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. പിന്നെ മാത്രമല്ല, ലൂക്കയ്ക്ക് അന്ന് ഇറങ്ങിയ ഒരു ഇതുണ്ടല്ലോടാ, നമ്മൾ ലൂക്ക ഇറങ്ങി ആദ്യത്തെ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ പോലെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. നമ്മളായിട്ട് അടിച്ചിറക്കിയതല്ല. ലൂക്ക ഈസ് എ സ്ലോ പോയിസൺ. അതെ, തീർച്ചയായിട്ടും അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ സ്ലോ പോയിസൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. കാരണം ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ റെസ്പോൺസുകൾ. അത് 2 weeks നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റോ ഒരു ടാഗോ അവര് ചെയ്യുന്ന എന്തെങ്കിലും ആർട്ട് വർക്കോ കാര്യങ്ങളോ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ അഹാനത് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളത് പരസ്പരം ഷെയർ ചെയ്യും. ആദ്യം തീർച്ചയായിട്ടും അല്ല, ഇപ്പൊ ഈ സിനിമേന്റെ ഇതിൽ വന്നപ്പോഴും എന്റെ ഫസ്റ്റ് ഫാക്ടർ ലൂക്കയുടെ മേക്കേഴ്സ് എന്നുള്ളത് തന്നെയാണ് എന്റെ ബിക്കോസ് ഞാൻ തിയേറ്ററിൽ കണ്ടൊരു സിനിമയാണ് ലൂക്ക എന്ന് പറയുന്നത്. ആ സമയത്ത് എസ്തെറ്റിക്കലി ആ സിനിമയുടെ ബ്യൂട്ടി വാസ് സംതിങ് എൽസ്. എനിക്ക് തോന്നുന്നു ഇന്നും അങ്ങനെ ഒരു എസ്തെറ്റിക്കലി പ്രസന്റ് ചെയ്തൊരു സിനിമ ഐ ഡോണ്ട് തിങ്ക് ഉണ്ട് എന്നുള്ളത്. സോ കോസ്റ്റ്യൂംസ്, പിന്നെ ഓരോ കളർ പാലറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടൊരു മാജിക് ആയിരുന്നു ലൂക്ക എന്ന് പറയുന്നത്. സൗണ്ടും ഭയങ്കര ഡിഫറെന്റ് സൗണ്ട് ആണെങ്കിലും അതില് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണത് കേൾക്കാൻ. നിഹാരിക പറയുന്ന പേര് പറയുന്നത് ലൂക്കയുടെ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലൂക്കയുടെ ആ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെറുതെ നമുക്ക് ഇതൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയാവുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റുഡിയോ ഹയർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി ഒരു റേഡിയോ നാടകം പോലെ മുഴുവൻ സിനിമ വോയിസ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അഹാനയുടെ പോർഷൻ അഹാന തന്നെ വന്നാണ് ചെയ്തത്. അഹാന തന്നെ കംപ്ലീറ്റ്ലി ചെയ്തു. അത് ടൊവി ഉണ്ടായിരുന്നല്ലോ, ടൊവിയുടെ വേറെ ആരോ സിദ്ധാർത്ഥായിരുന്നു ചെയ്തത്. അങ്ങനെ പല വോയിസുകളിൽ നമ്മൾ റേഡിയോ നാടകം പോലെ ലൂക്കയെ കംപ്ലീറ്റ് കാറിലൊക്കെ പോകുമ്പോൾ അത് പ്ലേ ചെയ്യും, അത് കേൾക്കും. അവരെല്ലാവരും ആ സിനിമേനെ വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനൊരു ആദ്യം പറഞ്ഞ ഒരു 4 വർഷത്തെ ഒരു ആ ടീമൊക്കെ അതിന് മുമ്പ് ആയതാണ്. അപ്പം ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം ടൊവി ആണെങ്കിലും അതിൻ്റെ അകത്ത് ഈ ആർട്ടിസ്റ്റിൻ്റെ മാനറിസംസ് പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതല്ല, ഒബ്സർവ് ചെയ്യുക. അത് നമ്മൾ ആ ഷൂട്ടിനൊക്കെ മുമ്പ് ടൊവി ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ഓരോ സെറ്റിലും പോകുമ്പോഴും ഒക്കെ അവിടുത്തെ ആർട്ട് വർക്ക് ചെയ്യുന്നവരെ ഒബ്സർവ് ചെയ്യുന്നു. അഹാനയാണെങ്കിലും അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അഹാന എഴുതിയ ഡയറി അതിൽ ഓരോ താളുകളും അഹാന തന്നെയാണ് എഴുതിയത്. അപ്പൊ നമ്മളത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ഇരുന്ന് സ്ക്രിപ്റ്റിൽ ഞാൻ വായിച്ചു കൊടുത്തു. അഹാന അത് ഓരോ പേജിലും അത് ഇരുന്ന് എഴുതി. അപ്പൊ അങ്ങനെ അതുമായിട്ട് അങ്ങ് കണക്ട് ആയി. ഞാൻ ഹോളിവുഡ് ആക്ടർ ജിം ക്യാരി ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയപ്പോൾ ജിം ക്യാരി ആർട്ടിസ്റ്റ് ആയിട്ട് ജിം ക്യാരി ഭയങ്കരമായിട്ട് വരകളിലേക്ക് ആർട്ടിലേക്കൊക്കെ തിരിച്ചു. അതിൻ്റെ ഒരു ഡോക്യുമെന്ററി യൂട്യൂബിലുണ്ടായിരുന്നു. ഞാൻ ടൊവിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൂക്കയുടെ ആർട്ട് ടീമിൽ റിയൽ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് വർക്ക് ചെയ്തത്. പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ സെറ്റ് ചെല്ലുമ്പം മെറ്റൽ ഉപയോഗിച്ച് ആർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും, തടി കൊണ്ട് ചെയ്യുന്നവരുണ്ടാവും, ലെതർ കൊണ്ട് ചെയ്യുന്നു. അതെല്ലാം ചേർത്ത് അവിടെ എന്താ ആർട്ടിസ്റ്റ് ചെയ്യുന്നു അത് തന്നെ ടൊവിനോയെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഒരേ കണ്ണാൽ എന്ന് പറയുന്നൊരു പാട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. സോ ഇതൊരു എന്താ പറയുക, ഓർഗാനിക്കലി നമ്മൾ ആ സിനിമേനെ തിരക്കഥയിൽ നിന്നും ഓർഗാനിക്കലി പല രീതിയിൽ പറഞ്ഞത് ഒരു 14 ഡ്രാഫ്റ്റോളം ചെയ്തിട്ട് ലാസ്റ്റ് ആണ് വന്നത്. അത് കഴിഞ്ഞിട്ട് സിനിമ ആയതിനു ശേഷം എന്തെങ്കിലും ഒരു കറക്ഷൻ കൂടെ നടത്താറുള്ളൂ. പിന്നെ ഏതെങ്കിലും ഭാഷയിൽ ലൂക റീമേക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്, നമുക്ക് ഇന്ന പോർഷൻസ് ട്രിം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പോഴും അതിൽ കറക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലൊരു റിവീലിംഗ് പോയിന്റ് ഉണ്ട്. അക്ബർ ഫാത്തിമയുടെ അടുത്ത് പോലീസുകാരൻ അല്ല, അക്ബർ ഫാത്തിമയുടെ അടുത്ത് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറയുന്ന എൻഡിൽ പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിനുശേഷം ഫാത്തിമയാണ് ഇത് നിഹാരികയാണല്ലോ എന്ന് കണ്ടുപിടിക്കുന്നത്, പോലീസുകാരനല്ല കണ്ടുപിടിക്കുന്നത്. അവരെ ഇമോഷൻസ് കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടാണ് എന്നെ കാണുന്നത്. എനിക്ക് ആ പോയിന്റ് ഒരു 3-4 സ്പേസുകളിലേക്ക് റീഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ കോൺവെർസേഷൻ അവിടെ മാത്രം ചെയ്യാതെ അത് അവിടെ തുടങ്ങി കിച്ചണിൽ വേണ്ടി കോൺവെർസ് ചെയ്ത് പിന്നെ ഒരു സ്ഥലത്തേക്ക് അതൊരു പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്യും, അതൊരു ഒരു തിങ്കിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യും കുറച്ചും കൂടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. കമ്മിങ് ടു ചേച്ചി ഇപ്പം പല ലാംഗ്വേജസിൽ ഇപ്പം തമിഴിലും ഒക്കെ ചെയ്ത് എല്ലാത്തിലും ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിഖില വിമൽ ചേച്ചി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. പല ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ വുമൻസിനൊരു വാഷ്റൂം പോലും ചോദിക്കാൻ, നീറ്റായിട്ടുള്ള വാഷ്റൂം പോലും ചോദിക്കാൻ പലർക്കും പേടിയാണ്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പേടിയൊന്നും ആയിട്ടില്ല. ഇപ്പം ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് വേണമെന്നുള്ളത്. പിന്നെ ഇപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ മാറി. ഇപ്പം എല്ലാ സെറ്റിലും ഒരുവിധം ക്യാരവൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ആക്ട്രസിന് മാത്രമൊന്നുമല്ല, അവിടെയുള്ള ഫീമെയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു ക്യാരവനും എല്ലാം കൊടുക്കാറുണ്ട്. ഇതില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുമുണ്ട്. ബേസിക് നീഡ്സ് എപ്പോഴും ഫിലിം സെറ്റ്സിൽ ഇപ്പം എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ ഒരുപാട് സെറ്റുകളിൽ അത് മാറിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരവൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ വല്ലാണ്ട് ഉള്ളിലേക്കും ഇപ്പൊ കാട്ടിലേക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മളും പ്ലാൻ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാത്ത ഇപ്പൊ ഒട്ടുമിക്ക സെറ്റുകളിലും ക്യാരവനും ഫെസിലിറ്റിയും വാഷ്റൂം ഫെസിലിറ്റിയും എല്ലാം എല്ലാവർക്കും, അതായത് ആക്ട് ചെയ്യുന്നവർക്ക് മാത്രമൊന്നുമല്ല, അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനാണെങ്കിലും ഫീമെയിൽ ടെക്നീഷ്യൻസിനാണെങ്കിലും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കമ്പാരിസൺ ചെയ്യാമെങ്കിൽ പോലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണോ തമിഴിലാണോ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ കൂടുതലായിട്ട്? ഒന്നുമില്ല, എല്ലാവരും എനിക്ക് ഓക്കെയാണ്, എല്ലായിടത്തും ഓക്കെ പോലെ തന്നെയാണ്. പ്രൊഡക്ഷൻ ഹൗസസ് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ഫസ്റ്റ് തന്നെ പറയുന്ന നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ ആദ്യം എൻഷുർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് സെറ്റിൽ സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പം ക്യാരവൻസ് വാഷ്റൂംസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം. അത് ക്യാരവൻസിൻ്റെ അകത്തുള്ളത് ഇൻ അഡ്വക്കേറ്റ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബയോ ടോയ്ലറ്റ്സ് ചെയ്യണം. നമ്മൾ അങ്ങനെയാണ് ലാസ്റ്റ് പടമൊക്കെ ചെയ്തത്. അപ്പം അതും ഇൻഡസ്ട്രി അതിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ വളരെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ അടുത്ത് നമ്മൾ ആരും മറ്റേ വാഷ്റൂം ഒന്നും ഇല്ലാണ്ട് ഒന്നും ഒരു സെറ്റ് ഒന്നും ഞാൻ ഈ അടുത്തായിട്ടൊന്നും കണ്ടിട്ടില്ല. എല്ലാം നല്ല മാറ്റം. ഇത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട്. ഡയറക്ടർ സലീം അഹമ്മദിന്റെ പുതിയ പടമാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ഇത് ആദ്യം മുതലേ ഫസ്റ്റ് ഡിസ്കഷൻ മുതലേ ഡിസൈഡ് ചെയ്യുന്ന കാര്യം കംഫോർട്ടബിൾ വർക്കിംഗ് സ്പേസ്, സേഫ് ആൻഡ് കംഫോർട്ടബിൾ വർക്കിംഗ് സ്പേസ് ഫോർ എവ്രി വൺ. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റോ ഇല്ല, സീനിയർ ആർട്ടിസ്റ്റോ ഇല്ല, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അത് വളരെ പെർട്ടിക്കുലർ ആയിരുന്നു ആ സിനിമയുടെ ത്രൂ ഔട്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ഉണ്ടാകുമെന്ന് പറയാണ്. വി ഫോളോഡ്. എല്ലാവർക്കും കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളത്. കാരണം ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ദിസ് ഇസ് വെരി മാൻഡേറ്ററി ഇൻ അവർ സിനിമ. നമുക്കൊരു 100+ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസമുണ്ട് ഈ പറഞ്ഞ സിനിമ. അപ്പം അന്ന് ക്യാരവൻസ് ഇൻ അഡ്വക്കേറ്റ് ആണ് വേണ്ടിയിട്ട് അത്രയും നമ്മൾ ചെയ്തത്. ബയോ ടോയ്ലറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക 3-4 ദിവസത്തേക്ക് അവിടെ. അതെ, അത് ചെയ്യുന്ന സെറ്റുകൾ ഇപ്പം ബയോ ടോയ്ലറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഓക്കെ, പിന്നെ കമ്മിങ് ഞാൻ അപർണ ചേച്ചി എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആസിഫിക്ക, ആ ഒരു പെയർ, ഇപ്പം നമ്മൾ കുറേ നേരം പേരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു പെയർ ഭയങ്കര സെലിബ്രേറ്റഡ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ തന്നെ ആസിഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചിയുടെ തമിഴ് ഫിലിംസിൻ്റെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, സ്വന്തം ഫാമിലിയിലെ പോലെയാണ്, വൈഫായിട്ട് ഡിസ്കസ് ചെയ്യും, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിക്ക് ആസിഫിക്കയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പം റീസെൻ്റ്ലിയുള്ള ആസിഫിക്ക എന്ന് പറയുന്നത് കത്തി നിൽക്കുകയാണ് എല്ലാ സിനിമകളും. നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഓരോ സിനിമ കഴിഞ്ഞ് ഓരോ സിനിമ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ട് ആസിഫിക്കയുടെ? ആസിഫിക്കയുടെ എനിക്ക് എൻ്റെ ഇപ്പോൾ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം, ഞങ്ങൾ ചെയ്ത കിഷ്കിന്താകാണ്ടെന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര, അതിൽ ആ ലാസ്റ്റ് വരുന്ന ക്യാരക്ടറും അതിൽ പിന്നെ എനിക്ക് തലവൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇക്ക ചെയ്ത പോലീസ് ക്യാരക്ടർ വാസ് ഭയങ്കര, അത് കറക്റ്റ് ആ ഒരു മാനറിസം ആണെങ്കിലും ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം. പക്ഷെ കിഷ്കിന്താകാണ്ഡം അഗൈൻ ഒന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമ, പക്ഷെ അതിനേക്കാളും അപ്പുറത്തേക്ക് അതിൻ്റെ ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുട്ടേട്ടനും ആസിഫ്ക്കയും തമ്മിലുള്ള സീൻ കാണുമ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സീനാണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ആ ഒരു സിനിമയിലുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആക്ച്വലി ആസിഫിൻ്റെ കൂടെ എനിക്കും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ പീപ്പിൾ ടു വർക്ക് വിത്ത്. ഭയങ്കര പ്ലഷറാണ് വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ ശരിക്കും ആസിഫിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്ന് വിചാരിച്ചത് ഉയരെ വൈറസ്, ഒത്തിരി സിനിമകളുണ്ട് ആക്ച്വലി. ആ ഇറങ്ങിയ വർഷം ആസിഫിന്റെ കുറേ സിനിമകളിലെ ക്യാരക്ടർ തന്നെ എന്ത് ഡിഫറൻസ് ആ പറഞ്ഞിങ്ങനെ ചിന്തിക്കുമ്പോൾ അതോടനുബന്ധിച്ച് തന്നെ സത്യത്തില് ആ വർഷം ആണ് ലൂക്ക ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി ആസിഫിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആസിഫ് ചെയ്ത ആ വർഷത്തെ എല്ലാ സിനിമകളും ആസിഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നല്ലൊരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ് അല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ആ വർഷം ഞാൻ ഒരു സ്റ്റേറ്റ് അവാർഡ് വരെ, അതൊരു വൻ വർഷമായിരുന്നു 2019 എന്ന് പറയുന്നത്. ഇപ്പം ആസിഫിക്കയുടെ കാര്യത്തിൽ ആസിഫിക്കയുടെ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ്, ടോബിയുടെ കേസിൽ എനിക്ക് ഓർമ്മ, ടോബി തുടങ്ങുന്നത് ലൂസിഫറിലും എൻഡ് ചെയ്യുന്നത് നമ്മുടെ സിനിമയിലാണ്. അതിനിടയ്ക്ക് ഓസ്കാർ വരുന്നു, അങ്ങനെ മായനദി, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അപ്പൊ നമ്മളന്ന് ഈ അവാർഡ്സിനൊക്കെ അയക്കാൻ പറയുന്നത് ഭയങ്കര വർഷമാണ് നമ്മൾ അയക്കുന്നത്. എല്ലാവരുടെയും ഒത്തിരി നല്ല ഡയറക്ടേഴ്സ് വന്ന ഒരു വർഷം കൂടെയാണ് ലൂക്ക ഇറങ്ങിയ ആ വർഷം. ഒത്തിരി പുതിയ ഡെബ്യൂ ഡയറക്ടേഴ്സ് വന്ന വർഷം, നല്ല നല്ല ടാലന്റ് ആയിട്ടുള്ള ഡെബ്യൂ ഡയറക്ടേഴ്സ് വന്ന വർഷം കൂടെയാണ്. ഇപ്പം ചേച്ചിയെ നമുക്ക് ഈ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും സംസാരത്തിലാണെങ്കിലും ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ചാറ്റ് ഷോസ് അല്ലെങ്കിൽ സിനിമകൾ, സംസാരിക്കുന്നത് ഭയങ്കര ബോൾഡായിട്ടാണ്. പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, മുഖത്ത് നോക്കി പറയും, ഭയങ്കര ബോൾഡായിട്ട് പറയും. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അത്രയും ബോൾഡായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഡൗൺ ആവുന്ന എന്തെങ്കിലും ഫിലിമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പോയിന്റ്സ്? അങ്ങനെ പോയിന്റ്സ് ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ ഉള്ളിൽ എന്താണ് ജെനുവിൻലി തോന്നുന്ന കാര്യം തന്നെ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വീക്ക് പോയിന്റ്സ് എന്ന് പറയാൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സെറ്റിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പറയും. പക്ഷെ പറയുമ്പോൾ അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നുമല്ല ചോദിക്കുന്നത്. അങ്ങനെയും ചോദിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വീക്ക് ഇതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അപർണ ബാലമുരളി ഭയങ്കര ബോൾഡാണ്. ആ ആളുടെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും. ഞാൻ പോയി തലയുടെ കെട്ടിപ്പിടിച്ചത് ഇടയ്ക്ക് വളരെ സ്ട്രെസ്ഡ് ആവുമ്പോൾ ഞാൻ കരയും, തന്നെ ഇരുന്ന് കരയല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ഇന്ന കാരണം കൊണ്ടാണ് കരയുന്നതെന്നുള്ളതൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ വളരെ കുറേ ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് വളരെ ഓവർവെൽംഡ് ആകുമ്പോഴായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ ആ സ്ട്രെസ് റിലീസ് ചെയ്യുന്നത് ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്കത് വേറെ ഒന്നും, എനിക്ക് ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഉള്ള പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ആവുന്നത് വെൻ ടു മച്ച് വർക്ക്, ഒരുപാട് ദിവസം അടുപ്പിച്ച് ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ഇങ്ങനെ അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ക്യാച്ച് എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഞാനൊന്നും റിലാക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കരച്ചിലായിരിക്കും വരും. ആ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ പേര് മിണ്ടിയും പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് എൻഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാരാ? 3 പേരുടെ. എനിക്കെൻ്റെ ഭാര്യയായിട്ടാണ്, മിനുവായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതും.
ഞങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്താൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാ ദിവസവും ഇന്നും ഒരു റൊട്ടീൻ പോലെ, ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എടപ്പള്ളിയിലാണ്, എടപ്പള്ളിയിൽ നിന്ന് പനമ്പള്ളിനകത്ത് വരെ ഡ്രൈവ് ചെയ്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. ഒന്നുമില്ല, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു സ്പേസ്. അത് ചിലപ്പം എക്സ്പ്ലോറിങ് ആയിരിക്കും, ഞങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഒരു യാത്രയായിരിക്കാം എന്തെങ്കിലും പറഞ്ഞ്. ഫൈൻ, ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് വി നീഡ് ദാറ്റ് സ്പേസ്. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് ചെന്നൈയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതൊക്കെ. എപ്പോഴും ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോകാറുള്ളത്. വി പ്രിഫർ ടു ടോക്ക് ഓൾ ദിസ് വേ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയാണ് ആ സമയം യൂസ് ചെയ്യുന്നത്. ദാറ്റ് വേ എനിക്ക് അവൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ചില ആൾക്കാരുള്ളപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ കുറച്ച് ദിവസം കാണാണ്ട് വീണ്ടും കാണുമ്പോഴൊക്കെ അങ്ങനെ കുറേ നേരം പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്ട് ഉണ്ട്. അങ്ങനത്തെ ചില കുറച്ച് പേരുണ്ട്. അല്ലാണ്ട് ഇപ്പം ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കാണുന്നവർ അങ്ങനെ ഉണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരവും ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യും. ബേസിക്കലി എനിക്കിപ്പം എനിക്ക് സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലോണം സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാനിപ്പം ഒരു ഇതിൽ മീറ്റ് ചെയ്യുന്ന ചിലപ്പോൾ കുറേ ഒരു ഗ്യാതറിങ്ങിൽ ചിലപ്പോൾ ഒരാളായിരിക്കും എനിക്ക് കംഫർട്ടബിൾ ആകുന്ന മീറ്റ് ചെയ്യാനും. സോ ദെൻ ദെർ ബി എ കോൺവെർസേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജനറലി ഡെഫിനറ്റ്ലി വൈഫുമായിട്ടാണ്. അത് നമ്മളത് തിരിച്ചറിയുന്നില്ലായിരുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളായത് കാരണം. പക്ഷേ ഓഫ് ലൈറ്റ് നമുക്ക് 2 കുട്ടികളായി, അപ്പം നമ്മളുടെ ജോലിയുടെ തിരക്കുകൾ വന്നു, അപ്പം നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് പരസ്പരം റിയലൈസ് ചെയ്തത്. ഞങ്ങൾ കഴിഞ്ഞ് പറയുന്നത് നമുക്ക് വെറുതെ എങ്ങോട്ടെങ്കിലും പോവാം, എന്നിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഡ്രൈവിന് പോയിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ അതൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര കംഫർട്ട് തരുന്ന ഒരു പരിപാടിയാണ്. ഓൺ ദ അതർ സൈഡ് ഈ പറയുന്ന പോലെ വളരെ ക്ലോസ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമും ഭയങ്കര നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ. അത് നമ്മളുടെ കുറച്ച് ഫാമിലീസാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും സ്ട്രഗിൾസ് സെയിം ആണ്, പ്രത്യേകിച്ച് കുട്ടികളെ വളർത്തുന്നതിൻ്റെയും കാര്യങ്ങളും ഒക്കെ ലൈഫിൽ സെറ്റിൽ ചെയ്യണതിൻ്റെ സ്ട്രഗിൾസ്. അപ്പം എനിക്ക് അങ്ങനത്തെ സർക്കിളുകളിൽ ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നേരത്തെ പറയാൻ എൻഡ് ചെയ്യാൻ പോവാണ്, പക്ഷെ പെട്ടെന്ന് ഒരു പോയിന്റ് ഓർമ്മ വന്നേ. ചേച്ചി നല്ലപോലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഭയങ്കര റീസെൻ്റ്ലി എല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണ് വാട്ട്സ് ദ കംഫർട്ട് ഫുഡ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഭയങ്കര റെയറായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കോമ്പിനേഷൻ. ഇപ്പം എനിക്ക് ബേസിക്കലി ചോറ് എന്നുള്ള ഒരു ഫുഡ് എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. പിന്നെ അങ്ങനെ കോമ്പിനേഷൻസ് ഫുൾ കുറേ ദിവസം സെറ്റിലൊക്കെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണം. എനിക്ക് ചോറും വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്താണെങ്കിലും അതിലെനിക്ക് നോൺ വെജ് വേണമെന്ന് പോലും ആഗ്രഹമില്ല. ഇപ്പം വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിൽ എനിക്ക് ആക്ച്വലി ഇന്ന സാധനം തന്നെ വേണമെന്നൊന്നും ഒട്ടും നിർബന്ധമില്ലാത്ത ഒരാൾ. എനിക്ക് ചോറും പുളിശ്ശേരിയും അങ്ങനെ തോരനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതന്നെയായിരിക്കും എൻ്റെ കംഫർട്ട് ഫുഡും. അല്ല ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്യുക ദോശ, ചമ്മന്തി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ സംസാരിക്കുന്നതിന് പോർക്കിനെ പറ്റിയിട്ടും ബീഫിനെ പറ്റിയിട്ടും. ഇപ്പൊ കൂർഗില് ഈ അടുത്ത് പോയപ്പം കഴിച്ച പോർക്ക് ഭയങ്കര സ്പെഷ്യൽ പ്രിപ്പറേഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫുഡ് ഉണ്ട്. റെയറായിട്ട് കഴിച്ചൊരു കോമ്പിനേഷൻ ഏതെങ്കിലും ഓർമ്മ? റെയറായിട്ട് കഴിച്ച കോമ്പിനേഷൻ പണ്ട് റെയറായിട്ട് പറഞ്ഞു വന്നതായിരുന്നു പഴംപൊരിയും ബീഫും ഒക്കെ, പക്ഷെ അതിപ്പോ ഭയങ്കര കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നും വരുന്നില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്താണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഷോന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഓയിസ്റ്റർ ട്രൈ ചെയ്യണത്. അത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സംതിങ് റിയലി നൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേ ആരോട് ചോദിച്ചപ്പോൾ ചോറും മിക്സ്ചറും കൂടെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ആള്, എൻ്റെ അമ്മ അങ്ങനത്തെ പല കോമ്പിനേഷൻസ് എന്തൊക്കെയോ കഴിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വളരെ കോമ്പിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല. ഭക്ഷണം ഇഷ്ടമാണ്. അതിന് എനിക്ക് ഉപ്മാവ് സാമ്പാറും ഇഷ്ടമാണ്. അതൊരു കോമ്പിനേഷൻ. അത് ചിലവരെ പറയാറുള്ളൂ, പക്ഷെ ചിലർക്ക് ഇപ്പൊ ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സാമ്പാറുണ്ട്. എനിക്ക് ആക്ച്വലി അത് വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഉപ്മാവും സാമ്പാറും. ഇവിടെ അങ്ങനെ ഇവിടെ പൊതുവെ ഉപ്മാവിനോട് എന്തോ ഒരു വിരോധം ഉണ്ട് ആൾക്കാർക്ക്. സാമ്പാറും ഉപ്മാവും മിക്ക ആൾക്കാരും കേൾക്കാത്തൊരു കോമ്പിനേഷൻ. ഗോതമ്പ് ദോശയും സാമ്പാറും അത് പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. അതൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഞാൻ കുറെ നാളായിട്ട് കഴിക്കണ കോമ്പിനേഷൻസ് ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലായിടത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ് ലൂക്ക. ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഡയലോഗ്സും കാര്യങ്ങളും എല്ലാം ഈ റീലും ടിക്ടോക്കും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് അഹാനയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ
എൻ്റെ പേര് നിഹാരിക, ഇഷ്ടമുള്ളവരെ നിഹ എന്ന് വിളിക്കും. ഇതൊക്കെ പറഞ്ഞൊക്കെ നടന്നതാണ്. അപ്പോൾ ആ ഒരു ഫിലിം മേക്കേഴ്സിനെ ഇപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ബൊമ്മി ക്യാരക്ടർ, അതിലെ പാട്ടുകളായിക്കോട്ടെ, അതിലെയും ഡയലോഗുകളൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ച് വന്ന മിണ്ടിയും പറഞ്ഞും വലിയൊരു സക്സസ് ആയി മാറട്ടെ. ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ നമ്മുടെ മിണ്ടിയും പറഞ്ഞു തന്നെ ആവട്ടെ. താങ്ക് യു. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.